ഈമാനിന്റെ ലക്ഷണം അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമ. അവരല്ലാത്ത അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലല്ലാത്ത ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്തിനേക്കാളും അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടമായാൽ പോലും, ഇഷ്ടമായാൽ മാത്രമേ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഈമാൻ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ നബികളും അല്ലാഹുവും പറഞ്ഞ പാഠങ്ങളിലേക്ക് എന്റെ മുസ്ലിം ചെറുപ്പക്കാര് കടന്നു വരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ കാരണം വീട്ടിൽ ദീനിയായ ചുറ്റുപാടില്ലാത്തത് കൊണ്ടാണ്. വീട്ടിൽ ദീനിയായ ചുറ്റുപാടില്ലാത്തത് കൊണ്ടാണത്. നമ്മളെ വീട് ദീനിയായി വളരുന്നില്ല. വീടാണ് ആദ്യമായി നന്നാകേണ്ടത്. വീടാണ് ആദ്യമായി നന്നാകേണ്ടത്. ആ വീട്ടിലുള്ള ഉമ്മമാരും ഉപ്പമാരും അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരും അവരെല്ലാം നന്നായാൽ നമ്മളെ ഈ നാട്ടിൽ പുറത്ത് ചുറ്റി നടക്കുന്ന യുവാക്കളെല്ലാം പള്ളിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്റെ യുവാക്കൾ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. അവരെല്ലാവരും പള്ളിയുമായി നല്ല ബന്ധമുള്ള യുവാക്കളാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. പള്ളിയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം വന്നത് യുവാക്കളാണ്, കുട്ടികളാണ്. ഇന്നലെ മഗ്‌രിബ് നിസ്കാരത്തിന് ഒരു 4-5 നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ വന്നു. അപ്പൊ ഞങ്ങളെ ഹംസാക്ക അഫ്ദലു ദിക്ർ എന്ന് ഞാൻ പറഞ്ഞപ്പോ അവര് ചെല്ലുന്ന തഹ്ലീലിന്റെ ആ ആസ്വാദനം ചെറുതല്ല. അവര് ആ ദുആക്ക് പറയുന്ന ആമീന്റെ ആസ്വാദനം ചെറുതല്ല. കാരണം യുവത്വം കലർന്ന ആ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആമീൻ ചെറുതല്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, 5 കാര്യങ്ങൾ നിന്നിലേക്ക് വരുന്നതിന് മുമ്പേ മോനെ 5 കാര്യങ്ങളെ കൊണ്ട് നീ ഒരുങ്ങണം. അതിനു വേണ്ടി സിഹ്ഹതുക ഖബ്ല ഫറാഗിക, സിഹ്ഹതുക ഖബ്ല സഖമിക. മോനെ നിനക്ക് അനാരോഗ്യം പിടിച്ച് രോഗമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് മുമ്പേ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, ആ സമയങ്ങൾ നീ നല്ലതിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അതിനെ മാറ്റി വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. രോഗിയായി കിടക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രോഗിയായി കിടക്കുന്ന സമയത്ത് നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രോഗിയായി കിടക്കുന്ന സമയത്ത് സകാത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രോഗിയായി കിടക്കുന്ന സമയത്ത് മറ്റു ഇബാദത്തുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രോഗം ഇല്ലാതെ ആരോഗ്യത്തോടെ ഉള്ള സമയത്ത് ചെയ്ത ഇബാദത്ത് ആ സമയത്ത് ഉപകരിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നല്ല രോഗം ഒന്നും ഇല്ല, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന സമയത്ത് ഇബാദത്ത് എടുത്താലേ ആ കൂലി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ വിഷയം വളരെ ശ്രദ്ധയിൽ തന്നെ എന്റെ നാട്ടിലുള്ള ഉപ്പമാരും ഉമ്മമാരും യുവാക്കളും ഈ വിഷയങ്ങൾ നന്നായി ശ്രദ്ധയിലെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പള്ളിയിൽ കുറെ മജ്‌ലിസുകൾ നടക്കുന്നുണ്ട്. ഈ പള്ളിയിൽ കുറെ മജ്‌ലിസുകൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ മജ്‌ലിസ് ഏതാ? ഞായറാഴ്ച അവസാനിച്ച തിങ്കളാഴ്ച രാത്രി നടക്കുന്ന സിയാറത്തിന്റെ മജ്‌ലിസ്. യാസീൻ ഓതിയിട്ട് ഇവിടെ നല്ല ദുആ ഉണ്ടാകും. കുറെ മുഅ്മിനീങ്ങൾ വരും. പക്ഷേ വരുന്നവര് തന്നെയാണ് വരുന്നത്. പുതുമുഖങ്ങൾ കാണാനില്ല, ന്യൂ കമേഴ്സ് അതിൽ കാണാനില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ മജ്‌ലിസുകളിലേക്കും കുട്ടികളെ പറഞ്ഞേക്കുന്ന ആ മജ്‌ലിസുകളിലേക്കും വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാരെ പറഞ്ഞേക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ തുടങ്ങട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി അന്നും ഒരു സിയാറത്ത് ഉണ്ടാകാറുണ്ട്. അതിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ, അതിലും നിങ്ങൾ എല്ലാവരും അന്ന് കൂടാൻ എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒട്ടനേകം മജ്‌ലിസുകൾ, പ്രത്യേകിച്ചും മാസത്തിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഉമ്മമാരെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് മാസത്തിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിലേക്കും നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് എല്ലാ മാസവും തുടരാനാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ ക്ലാസ് ഇതുപോലെ തന്നെ എല്ലാ മാസവും തുടരാനാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായം എന്താണ്, മാസത്തിന്റെ സ്വലാത്ത് നാട്ടിലുള്ള ഉമ്മമാരെയും വിളിച്ചൊരു സ്വലാത്ത് നടത്തണം എന്നൊരാഗ്രഹം കൂടിയുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇൻഷാ അല്ലാഹ് മറയുടെ സൗകര്യവും ഒരു ഹറാമും ആവാതെ, ഒരു ഹറാമും ആരും
സംഭവിക്കാതെ ഉമ്മമാർക്ക് വരാനും പോകാനുള്ള സൗകര്യമൊക്കെ അൽഹംദുലില്ലാഹ് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുണ്ട്. ഉമ്മമാരെയും കൂട്ടി ഒരു സ്വലാത്ത് ഇൻഷാഅല്ലാഹ് ഞങ്ങൾക്ക് നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വേറൊരു വിഷയമാണ്, നമ്മുടെ ഈ നാട്ടില് കുറെ യുവാക്കളുണ്ട്. യുവാക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ 10ാം ക്ലാസ് പാസ്സായ യുവാക്കൾ, 10 പാസ്സായ യുവാക്കൾ, മദ്രസയിൽ നിന്ന് 10 പാസ്സായി പോയ യുവാക്കൾക്ക് മയ്യത്ത് പരിപാലനം, അതുപോലെ തന്നെ ഖബർ ദഫന് ചെയ്യുന്ന മയ്യത്തിനെ ദഫന് ചെയ്യുന്നത് പോലും അതൊക്കെ പഠിപ്പിക്കണം എന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാർ അതിന് നല്ല സഹകരിക്കണം. 10 പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടി മദ്രസയിലേക്ക് പോകണ്ട എന്നൊരു നിയമം ഒരു ബൈബിളിലും ഇല്ല, ഒരു ഖുർആനിലും ഇല്ല. 10ാം ക്ലാസ് വരെ മാത്രമേ എന്റെ കുട്ടി മദ്രസ പഠിക്കാവൂ, അതിനുശേഷം ഇൽമിന്റെ ഒരു മജ്‌ലിസിൽ എന്റെ കുട്ടി ഇരിക്കാൻ പാടില്ല എന്നൊരു നിയമം എവിടെയില്ല. നിങ്ങൾ എവിടെ പോയി ചോദിച്ചാലും ഇനി അതിനപ്പുറം ക്ലാസ്സുകൾ ഉണ്ട് എന്നാണ് സിലബസ് പഠിപ്പിക്കുന്നുണ്ട്. 11, 12 വരെ ക്ലാസ്സുകളുണ്ട്. അതെന്തായാലും ആകട്ടെ, നമ്മളെ മദ്രസയിൽ നിന്ന് പാസ് ഔട്ട് ആയി പോയ യുവതി യുവാക്കൾക്ക് ഒരു മയ്യത്ത് പരിപാലന ക്ലാസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അവർക്കുള്ള ഏത് സംശയങ്ങളുണ്ടെങ്കിലും, ഏത് നിലക്കുള്ള സംശയങ്ങൾ അവർക്കുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അറിയുന്നത് അപ്പ് പറഞ്ഞു തരും, അറിയാത്തത് നോക്കി പറഞ്ഞു തരും, അതും തിരിയാത്തത് ഉസ്താദിമാരെ ചോദിച്ച് പറഞ്ഞു തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കാര്യവും നമ്മളെ ഉപ്പമാരും ഉമ്മമാരും പ്രത്യേകം കണക്കിലെടുക്കുക. പിന്നൊരു വിഷയം, ഒരു ഖത്തീബ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ഖത്തീബ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ആളല്ല. ഒരു ഖത്തീബ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ നാട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഖത്തീബിന്റെ ജോലി ആ നാട്ടുകാർക്ക് ഇൽമു കൊടുക്കുക എന്നൊരു ജോലിയാണ്. ഖത്തീബിന്റെ അർത്ഥം എന്താ? ഖത്തീബിന്റെ അർത്ഥം ഖുതുബ പറയുന്ന ആൾ. ഖുതുബന്റെ അർത്ഥം എന്താ? ഖുതുബന്റെ അർത്ഥം പ്രഭാഷണം, സ്പീച്ച്, ഭാഷണം നടത്തുന്ന ആൾ എന്നാണ്, പ്രസംഗം നടത്തുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ വാക്യം തന്നെയുണ്ട് ഈ ഒരു സന്ദേശം. അപ്പോൾ ഞാൻ റൂമിൽ ഫ്രീ ആയി അപ്പൊ ഏത് സമയവും ആർക്കും വന്ന് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്യാം, നമ്മളുമായി ഒരു പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ. ഞാൻ ചിലപ്പോ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരാം. ഞാൻ ഒരു അനുഭവം പറഞ്ഞ ആളാണ്. എന്റെ അനുഭവം തേങ്ങല്ല ഒറ്റ കാണിക്കാൻ അനുഭവം പറഞ്ഞ ആളാണ്. ഇപ്പൊ പഴയ ആളുകളെല്ലാം വരുന്ന സമയത്ത് അവരോട് കുറെ ചോദിച്ചറിയാൻ സാധിക്കും. ഞാൻ താജുൽ ഉലമാനെ കണ്ടിട്ടുണ്ട് ഇല്ലെന്നല്ല. താജുൽ ഉലമാനെ ഞാൻ കണ്ടത് ഒരു ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ ഉസ്താദിന്റെ ആ തെന്നര മർക്കസിന്റെ ഒരു സമ്മേളനത്തിലാണ് താജുൽ ഉലമാനെ കാണുന്നത്. അതിന് ശേഷമോ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ നാട്ടിലെ കാളിയാണ് താജുൽ ഉലമ. പക്ഷെ താജുൽ ഉലമാനെ നന്നായി കണ്ട ആളുകൾ ഈ സദസ്സിലുണ്ട്. താജുൽ ഉലമാനെ നന്നായി കണ്ട ആളുകൾ ഈ സദസ്സിലുണ്ട്. താജുൽ ഉലമയോട് സംസാരിച്ച ആളുകളും ഈ സദസ്സിലുണ്ട്. താജുൽ ഉലമയായിരുന്നു ബഹുമാനപ്പെട്ട പുരാതങ്ങളെ മുമ്പ് ഈ നാട്ടിലെ കാളി. അനുഭവങ്ങൾ അറിയാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഒട്ടനേകം കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാം ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. യുവാക്കൾ പ്രത്യേകിച്ചും ആ ക്ലാസിനെ കുറിച്ച് നിങ്ങൾ തമ്മിൽ ഒരു ചർച്ചയൊക്കെ നടത്തി ഉസ്താദിനോട് ഈ വ്യാഴാഴ്ച ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകില്ല. സദർ ഉസ്താദാണ് നാട്ടിൽ പോലെ. വ്യാഴാഴ്ച സദർ ഉസ്താദ് മദ്രസ വിട്ട ഉസ്താദ് നാട്ടിൽ പോകും. വ്യാഴാഴ്ച മഗ്‌രിബ് ഇശാനുള്ള സമയം ഇൻഷാ അല്ലാഹ് നാട്ടിലെ യുവാക്കൾ വരികയാണെങ്കിൽ നല്ലൊരു ക്ലാസ് നമുക്ക് എടുക്കാം. അല്ലാഹു തആല